400 രൂപയോ? ഇതങ്ങ് കയ്യിലിരിക്കട്ടെ. അല്ല പിന്നെ എത്ര വേണമെന്നാണ് പറയണത്? ഞങ്ങളുടെ കണക്കനുസരിച്ച് 1000 രൂപയെങ്കിലും വേണം. എന്റെ ഇലാഹി 1000 രൂപയെ? ഈ 400 രൂപയിലെ ഒരു കൊച്ചു പൈസ കൂട്ടി മേടിച്ചിട്ട് നിങ്ങൾ അവിടുന്ന് പോകൂല. ഞങ്ങൾ ആവശ്യപ്പെട്ടതിൽ നിന്ന് ഒരു കൊച്ചു പൈസ കുറച്ച് വാങ്ങി പോകാനും ഉദ്ദേശിച്ചിട്ടില്ല. സാധനങ്ങളിനകത്ത് കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയിന്ന് മാത്രമല്ല, എല്ലാം ഇടേണ്ട സ്ഥാനങ്ങളിൽ ഇടേണ്ട വട്ടിയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെന്താ ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്? കൂലി കൊടുത്തില്ലേ? കൊടുക്കാഞ്ഞിട്ടല്ല, വാങ്ങാഞ്ഞിട്ടാ. 400 പോരെന്ന് 1000 ചോദിക്കണത്. 2 ലോറികൾ സാധനം ഇറക്കിയതിന് 1000 രൂപ കൂലിയോ? ഇതെന്താ വെള്ളരിക്കാപട്ടണമാണോ? പണിയെടുപ്പിച്ചാ പോരാ, അതിനുള്ള കൂലിയും കൊടുക്കണം. ഞാനും അഭിപ്രായക്കാരൻ തന്നെയാണ്. പണിയെടുത്തിട്ട് ന്യായമായ കൂലി വാങ്ങാൻ കഴിയാത്തവന് പുച്ഛവുമാണ്. പക്ഷേ ഇതിനെ പകൽ കൊള്ളിയെന്നാണ് പറയേണ്ടത്. വാചകം അടിച്ച് ഞങ്ങൾ ഇരുത്തിക്കളയാന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട്, പണം കൊടുക്കണം. ഞാനും ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നവനാണ്. അങ്ങനെ അങ്ങ് വിരട്ടാതെ. ഞങ്ങളെയും വരട്ടി പറഞ്ഞയക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ജോലി ചെയ്തോടുണ്ടെങ്കിൽ കൂലി വാങ്ങിക്കാണ് ഞങ്ങൾക്ക്. എന്താ അവിടെ ആൾക്കൂട്ടം? എന്താടാ ഗോപാൽ അവിടെ? ഒന്നുമില്ല. പിന്നെ ജോലി ചെയ്ത് കൂലി ചോദിച്ചതിന് ഞങ്ങളെ വിരട്ടി അയക്കാൻ നോക്കുക. 2 ലോറി സാധനങ്ങൾ ഇറക്കി വെച്ചതിന് 1000 രൂപ കൂലി ചോദിച്ചാൽ എങ്ങനെ കൊടുക്കാനാ? പണം പോകുന്നതിലല്ല, മണ്ടനാകുന്നതിലാ വിഷമം. നേരാണോടാ? 2 ലോറി സാധനം ഇറക്കാൻ 1000 രൂപ ചോദിച്ചു. പുതിയ ആളാണെന്ന് വെച്ച് എന്ത് വൃത്തിയിടും കാണിക്കാന്നോ? അദ്ദേഹം ന്യായമായ കൂലി തരും. വേഗം വാങ്ങി സ്ഥലം വിട്. അവരെ കൂലി അങ്ങോട്ട് കൊടുത്തേക്ക്. ഇവിടെയുണ്ട്. ഇതും പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയെന്ന് അറിയാമോ? എന്റെ കൈ ഒടിഞ്ഞു പോയേനെ. ഇത് 400 രൂപ ഉണ്ടല്ലോ. ഇത് പോരാഞ്ഞിട്ടാ? എടുത്തോണ്ട് വേഗം സ്ഥലം വിടറാ. നിൽക്ക്. 100 രൂപ കൂടി വെച്ചോളൂ. ഏതായാലും നിങ്ങളിപ്പോ വന്നത് നന്നായി. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വന്നാട്ടെ. ഞാൻ പുതുതായിട്ട് വാങ്ങിയ വീടാണ്. ഇരിക്കൂ. എന്താ എഴുന്നേറ്റത്? ഇരിക്കൂ. അവനത് ശീലമില്ല. ഇരുന്നാൽ ഉടനെ തണ്ടൽ നീര് വീഴും. ഉബൈദേ, സർബത്ത് കൊണ്ടോ? ഈ നാട്ടിലേക്ക് ആദ്യം വരികയാണില്ലേ? കുറെ കൊല്ലങ്ങളായി ആദ്യമായിട്ട് വരികയാണ്. ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ ഇവിടെ തന്നെയാണ്. 14ാമത്തെ വയസ്സിൽ പായക്കച്ചവടത്തിനായി ബാപ്പയോടൊപ്പം മദ്രാസിലേക്ക് പോയി. ഏറെ താമസിയാതെ കുടുംബസമേതം അവിടെ താമസമായി. കച്ചവടത്തിലായിരുന്നു ശ്രദ്ധ മുഴുവൻ. 4 തലമുറയ്ക്ക് ജീവിക്കാനുള്ള സ്വത്തുക്കൾ സമ്പാദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ബാപ്പയും ഉമ്മയും ഭാര്യയുമെല്ലാം. അവിടുത്തെ ഏകാന്ത ജീവിതം ദുസ്സഹമായി തോന്നിയപ്പോ നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. പിറന്ന മണ്ണിൽ കിടന്ന് മരിക്കാമല്ലോ. കുടിക്കണം? കഴിച്ചോളൂ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ? തിരക്കുണ്ടെങ്കിൽ പോകണം. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ടൊന്ന് വരണം. വർത്തമാനം പറഞ്ഞിരിക്കാൻ ഒരാളാകുമല്ലോ. തീർച്ചയായും വരാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. വാടാ നോക്കാലി. ഞാൻ മടങ്ങി വരുമ്പോ എന്റെ മുത്തിന് എന്താ വാങ്ങിക്കൊണ്ട് വരേണ്ടത്? എന്നും ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കൊണ്ട് വരാൻ നിന്നാൽ എനിക്കൊന്നും വേണ്ട. എന്റെ പൊന്നിന് എന്തെങ്കിലും ഒരു സമ്മാനം ഇല്ലാതെ ഇങ്ങോട്ട് കയറി വരാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. പറ, എന്താ വേണ്ട? പരിപ്പ് വട. ഛേ, അതൊക്കെ വളരെ ചീപ്പല്ലേ. ആപ്പിളോ ഓറഞ്ചോ മുന്തിരിയോ അതുപോലെ എന്തെങ്കിലും പറയും. അതിനേക്കാൾ ഒക്കെ വിലപ്പെട്ടതായാലോ? പറയൂ. അത് റെഡി സ്റ്റോക്ക് ഉള്ളതല്ലേ, എപ്പോഴെങ്കിലും തരാലോ. എത്ര കിട്ടിയാലും മതിവരാത്ത സമ്മാനം അത് മാത്രമാണ്. ഇപ്പോഴാണോ? എന്താ തൃപ്തിയായ? പോരെങ്കിൽ ഞാൻ മടങ്ങി വരുമ്പോ 1000 എണ്ണം ഒരുമിച്ച് വന്നേക്കാം.
എന്റെ രൂപ ഉണ്ടെങ്കിൽ ഒരു 50 രൂപ ഇതാ. എപ്പോഴെങ്കിലും ചോദിച്ചാൽ എന്റെ എവിടുന്നാ പണം? കഴിഞ്ഞ ആഴ്ചയിലെ 100 വാങ്ങിച്ചത്. അതിന് മുമ്പത്തെ ആഴ്ചയും ഞാൻ പണം തന്നു. പിന്നെ വെറുതെ പറ്റുമോ? ഒന്നും ചെലവില്ലാതെ ഒരു കൊച്ചു പെണ്ണത്ത് സുഖിച്ച് ജീവിക്കാമെന്നാണോ വിചാരം? എനിക്കുള്ള പോക്കറ്റ് മണി എന്റെ മോള് മാസാമാസം കൃത്യമായി തന്നോണ്ടിരുന്നതാ. നീ അവളെ കല്യാണം കഴിച്ച് ജോലിക്ക് പറഞ്ഞയക്കാതായതോടെ അതും മുടങ്ങി. എന്ത് പറഞ്ഞാലും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് കുറെ ക്രൂരത തന്നെയാണ്. ചുരുക്കത്തിൽ പണം തരില്ലാന്ന്. ആ ഉണ്ടായിട്ട് വേണ്ടേ തരാൻ. അടുത്ത മാസം ശമ്പളം കിട്ടാതെ എന്റെ കയ്യിൽ ഒരു ചില്ലി കാശുണ്ടാവില്ല. കെട്ടിയവൻ പറഞ്ഞിട്ട് പോയതൊക്കെ കേട്ടില്ലേ നീ? അയച്ചോണ്ട് പാടാ ആടിനെ. മുസ്തഫക്ക ആ ഞാൻ കുഞ്ഞായനെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. എന്തായി ബഹയാ നമ്മുടെ പെണ്ണുകെട്ട് കാര്യം? നിങ്ങളുടെ കാര്യത്തിന് പോയിട്ടാ ഞാൻ ഈ വരുന്നത്. പറ്റിയ ഒന്നിനെ ഒത്തു കിട്ടണ്ടേ? ചിലത് തണ്ണിമത്തം പോലെയാണെങ്കിൽ മറ്റേത് മുരിങ്ങാക്ക പോലെയുള്ളതാണ്. മനസ്സിലായ? ആ ഒരെണ്ണം നമ്മുടെ ലിസ്റ്റിലുണ്ട്. നിങ്ങൾക്ക് പിടിക്കുവോ എന്തോ? പെണ്ണ് തന്നെയാണല്ലോ. ഞങ്ങൾക്ക് പിടിക്കാണ്ട് വരൂല. ഏതാണെന്ന് പറഞ്ഞാ മതി. 2ാം കെട്ടാ. കാലിൽ ഒരു ചെറിയ ഉണ്ണിമന്തുണ്ട്. അത് മാത്രം ഇവിടെ പറയരുത്. ആയസ് ഒടുങ്ങും വരെ ഇങ്ങനെ തന്നെ കഴിഞ്ഞാലും വേണ്ടൂല. മന്തിപ്പെണ്ണിനെ കെട്ടാൻ ഞമ്മളെ കിട്ടൂല. പേരക്കിടാങ്ങളെ താലോലിച്ച് നടക്കാൻ പ്രായമായ തനിക്ക് കക്കിരിപ്പിഞ്ച് പോലെയുള്ള പെണ്ണിനെ എവിടെ പോയി തപ്പിയെടുക്കാനാ? മനസ്സിലായ? നിക്കട്ടെ സ്റ്റോപ്പ് പ്ലീസ്. ഇറങ്ങണം. ഒരു 10 നിമിഷം താമസം തൊട്ടാ കയ്യിൽ കാശുകൾക്ക് വരച്ച് ചായ കുടിക്കാം. ഒരു ചായ, 2 വാഴക്കപ്പം. ഒരു ചായ. എനിക്കൊരു ചായ മാത്രം മതി. ഒരു ചായ പറഞ്ഞിട്ട് നേരം എത്രേ? ഇങ്ങോട്ട് നോക്കി. ഇത് എന്തുകൂട്ടത് വാഴക്കപ്പോ? കോയിക്കാന്റെ കടയില് വണ്ടി നിർത്തണമെങ്കിൽ മുട്ട പുഴുങ്ങിയത്, മട്ടൺ ഫ്രൈ, ബ്രീഫ് കേസ് ഒക്കെ ഫ്രീ ആയിട്ട് തരാൻ തന്നെ പറഞ്ഞിരിക്കണേ. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കാക്കണ്ട മാഷയാ. വെറുതെ കിട്ടുന്നല്ലേ ഭയം, ഉണ്ടായിരുന്നു അടിച്ചോ. ഓക്കെ റൈറ്റ്. നിങ്ങൾ തിന്നുന്നതിന്റെ മുതലും പലിശയും പലിശയുടെ പലിശയും യാത്രക്കാരെ ഞങ്ങളുടെ നിന്ന് ഈടാക്കുന്നത്. മുടിഞ്ഞ ഒരു ഏർപ്പാട്. അല്ല, അവർക്ക് മാത്രമേ ഉള്ളൂ, എനിക്കില്ലേ? കൊണ്ടുവാടാ വാഴക്കാപ്പം. എല്ലാരോടും താമസിക്കാൻ വന്നോണ്ട് സമയം ഇഷ്ട. സമയമായി പോവാ. വരട്ടെ. മാഷേ ആശാനെ ഒന്ന് ചവിട്ടി വിട്ടേക്കണേ. ശൈലജ പറയുന്നുണ്ട്. എന്തുകൂട്ടുന്നത് വേഗം കേറ് ബ്രാഞ്ചേട്ടാ. തള്ളല് കേറി. ആ പോട്ടെ ആ റൈറ്റ് പോട്ടെ. ഞാൻ പറഞ്ഞ കാര്യം എന്താ? ഞാൻ നടക്കും എന്റെ കുഞ്ഞാനിക്ക. എന്താ ഇത്ര സംശയം? നിനക്ക് വേണ്ടി ഞാൻ പോയി പെണ്ണിനെ കണ്ട് സംസാരിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ. നോക്ക്. കളിക്കിട്ടാ എങ്കി ഇന്ന് തന്നെ പോയി ഞാൻ കബൂലാക്കിയേക്കാം. കിളി ബേജാറാകാതെ. ഒന്നുകൂടെ കാണട്ടെ ഫോട്ടോ. നേരിട്ട് കാണാൻ പോകുകയല്ലേ, പിന്നെന്തിന് ഫോട്ടോ? ഫോട്ടോ ഒന്നുകൂടെ കാണട്ടെ. ചെല്ലു പോ. എന്റെ മോനൊരു പെണ്ണ് വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വന്നതാ. ഓ, നിങ്ങളുടെ മോനൊരു പെണ്ണ് വേണം. മോന് വയസ്സെത്രയായി? 24. അപ്പൊ 18 വയസ്സുള്ള പെണ്ണ് വരെ ആകാമല്ലേ? വിരോധമില്ല. ഒരൊറ്റ എണ്ണം ബാക്കിയുണ്ട്. പറ്റുമെന്ന് നോക്ക്. എനിക്ക് പറഞ്ഞുറപ്പിച്ച പെണ്ണ് ഞാൻ വിട്ടുകൊടുക്കൂല. നിനക്ക് പറഞ്ഞുറപ്പിച്ച പെണ്ണോ? എടാ, ഒരു പെൺകുട്ടിയായാൽ 1000 ആലോചനകൾ വരും. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് കേസാ. നീ അല്പം മാറി നിൽക്ക്. ഇതെന്തുട്ടി ബിസിനസ് ആണിത്? എന്താ പറ്റുമോ? എടാ പാറുകാല, ഇത് എന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ അല്ലേ? എനിക്ക് പുതിയാപ്പിള നോക്കാൻ എന്റെ ബാപ്പ നിന്നെ ഏൽപ്പിച്ച എന്റെ ഫോട്ടോ അല്ലേ ഇത്? അപ്പൊ ഒരു സംശയം, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? പിന്നെ എന്റെ കല്യാണം കഴിയാതെയാണോ മോന് പെണ്ണന്വേഷിച്ചു വരുന്നത്? ഞങ്ങളെ നിങ്ങളുടെ പേരക്കിടാവിനെ പെണ്ണന്വേഷിച്ചു വരുമ്പോഴും കുഞ്ഞാനിക്ക ഈ ഫോട്ടോ തന്നെ കാണിച്ചു തരും. അതാണ് കുഞ്ഞാനിക്കന്റെ കഴിവ്. കിളി പറഞ്ഞതാ അതിന്റെ സത്യം. പഴയ കമ്പനികളിലെ പഴയ ചരക്ക് കിട്ടൂ. മനസ്സിലായോ? ഇനി ഞാനിവിടെ വരട്ടെ. വേറെ ഉണ്ട്. വേണ്ട. എന്നാ പോ.
ഫോട്ടോ ഇളേ ദാ കണ്ട് രസിച്ചോ. കളിക്കട്ടെ. ബാപ്പ എല്ലായ്പ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്നോടായിരിക്കും മുഷിച്ചിൽ തോന്നുന്നത്. ബാപ്പ ചെയ്ത തെറ്റ് നിന്നോട് വിഷമം കാണിച്ചിട്ടെന്താ? ആരെന്ത് കാണിച്ചാലും പറഞ്ഞാലും ശരി, എനിക്ക് വിരോധമില്ല. നീ മാത്രം എന്നെ മനസ്സിലാക്കിയാൽ മതി. ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്രയ്ക്ക് സ്നേഹമുള്ള ഒരാളെ ഭർത്താവായി കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. എന്ത്? ആ ഒരു കുറവാണ് ബുക്ക എന്നെ ഇന്ന് തീറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്റെ കാലശേഷം ഈ സ്വത്തുക്കൾ അനുഭവിക്കാൻ ഒരവകാശിയില്ല. വിവാഹം കഴിച്ച 6-ാം മാസം എനിക്കെന്റെ ഭാര്യ നഷ്ടപ്പെട്ടു. ഒരു കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹത്താൽ ഞാൻ 2ാം വിവാഹം കഴിച്ചു. അവൾ 3 പ്രസവിച്ചെങ്കിലും കുട്ടികളാരും അധികകാലം ജീവിച്ചിരുന്നില്ല. 4ാമത്തെ പ്രസവത്തോടെ അവൾ മരിച്ചു. ഒരു കല്യാണം കൂടി കഴിക്കണം. സാഹിബിന് മക്കളുണ്ടാവേണ്ട പ്രായമൊന്നും കഴിഞ്ഞിട്ടില്ല. എനിക്കാരാ ഇനി പെണ്ണ് തരാൻ? ആ, പെണ്ണിനാണോ പഞ്ഞം? സാഹിബ് സമ്മതിച്ചാ മതി. പറ്റിയ പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചുതരാം. സാഹിബ് എന്താ ഒന്നും മിണ്ടാത്തത്? ഒരു പെണ്ണിനോടൊത്ത് ജീവിക്കാനുള്ള മോഹം കൊണ്ടല്ല, ഈ ഭാരിച്ച സ്വത്തിന് ഒരവകാശം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേണമെങ്കിൽ ഞാനൊരു വിവാഹത്തിന് കൂടി തയ്യാറാകാം. വളരെ നല്ലത്. ഇനി അങ്ങോട്ട് സാഹിബിന് ഒരു വിഷമം അനുഭവിക്കേണ്ടി വരില്ല. സാഹിബിന് പെണ്ണ് കണ്ടുപിടിക്കണതും കല്യാണം കഴിപ്പിക്കണതും ഒക്കെ എന്റെ ചുമതല. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ആ, അല്ല, നാളെ ബക്രീദല്ലേ? ഓ, ഈ ബക്രീദൊക്കെ ആരോർക്കുന്നു? എനിക്ക് എന്നും ബക്രീദില്ല. നാളെ വൈകുന്നേരം ഇക്ക എങ്ങോട്ട് പോരണം? നമുക്കിവിടെ കൂടാം. അങ്ങനെയാവട്ടെ, ഇൻഷാ അല്ലാ. ആ.